സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറി ക്ലാസുകളിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി. കേരള സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം. പ്രീ പ്രൈമറി വിഭാഗത്തെ നിലനിർത്തുന്ന അധ്യാപകരെയും ആയമാരെയും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി വിഭാഗം ആരംഭിച്ചതോടെയാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്താൻ തുടങ്ങിയത്. എന്നാൽ പ്രീ പ്രൈമറി വിഭാഗത്തെ നിലനിർത്തുന്ന അധ്യാപകരെയും മറ്റു ജീവനക്കാരെയും സർക്കാർ അവഗണിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശമ്പളം വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബഡ്ജറ്റിനെ കണ്ടത്. പക്ഷേ ആ ബഡ്ജറ്റിലും അധ്യാപകർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാതെ, ഒരു പെൻഷനോ അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു പദ്ധതിയാണ്, അതുപോലും ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ഒരു വിഭാഗത്തിനെ പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ച സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഒരു സമരം. അധ്യാപകർക്ക് 12,500 രൂപയും ആയമാർക്ക് 7,500 രൂപയുമാണ് നിലവിൽ ലഭിക്കുന്ന ശമ്പളം. ഇത് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാർ കാണും, അതിനോടൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ 20 വർഷത്തിൽ മേലെ ഞാൻ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും 12,000 രൂപയാണ് ശമ്പളം നമുക്ക് കിട്ടുന്നത്. മറ്റാരും ആനുകൂല്യമില്ല. സംസ്ഥാന ബജറ്റിൽ പോലും പ്രീ പ്രൈമറി അധ്യാപകരെ സർക്കാർ മറന്നെന്നാണ് ഇവരുടെ പരാതി. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെ കൃത്യമായി നിർണ്ണയിക്കാത്തതിനാൽ തന്നെ 80 വയസ്സിന് മുകളിലുള്ളവർ പോലും ഇപ്പോഴും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.